യെസ്, അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പ്രാവിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ഈ പ്രാവിന് നമുക്കിനി വിങ്സ് അറ്റാച്ച് ചെയ്യാം. 2 വിങ്സ് ആണുള്ളത്. ഈ സെയിം രീതിയിൽ തന്നെ നെക്സ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്യണം കേട്ടോ. ഈ വിങ്സ് ഞാൻ ഉള്ളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തതായിട്ട് തോന്നുന്നില്ല, ബട്ട് വിങ്സ് ഇങ്ങനെ അനങ്ങാതെ ഇരുന്നും ചെയ്തോളൂ കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കുറച്ച് ബുദ്ധിമുട്ടാണ്, ബട്ട് ഇങ്ങനെ കൈ കൊണ്ട് കൂട്ടി പിടിച്ചങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്യാവശ്യം ബോൾ പിന്ന് വെച്ചിട്ട് മൊത്തം സെക്യൂർ ചെയ്തിട്ട് ചെയ്താലും മതി. ഇത് കണ്ട് എൻ്റെ കൈയിൻ്റെ അവസ്ഥ ഗം ആയതാണ് കേട്ടോ. ഇത് പോകാൻ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ. ഇനി നമുക്ക് അടുത്ത പരിപാടി ഈ ഫെദർ എല്ലാം കൂടി അറ്റാച്ച് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ഇതൊന്ന് പറഞ്ഞു തരോ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്, ഇതെങ്ങനെയാണ്. ഇപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് 3 ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്ത് കേട്ടോ. നമ്മൾ 1, 2, 3 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടൊക്കെയാണ് ഒരു പാറ്റേൺ ഉണ്ടാവുന്നത്. എപ്പോഴും നമുക്ക് ഇതുപോലുള്ള കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറ്റണമെന്നില്ല. കാരണം എന്താണ്, നമുക്ക് അപ്പോൾ ഫോണ് കയ്യിൽ വേണം, എപ്പോഴും വീഡിയോ എടുക്കാനുള്ള മൂഡ് ഉണ്ടാവണമെന്നില്ല. ബട്ട് അത് ചെയ്യുന്നവരും ഇഷ്ടം പോലെ ഉണ്ട്. അവരെ കൊണ്ടാണ് നമ്മൾ ഈ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി ഈ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ളൂ. ബട്ട് ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ നമ്മൾ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതും കൂടി ചെയ്യാതെ വേറെ നിവർത്തിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും വെറുതെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഇത്രയും ബുദ്ധിമുട്ടോടുകൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യുന്നതാണ് ഇതിൻ്റെ ലെഗ് അറ്റാച്ച് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് കണ്ടാൽ അത്യാവശ്യം ഒരു ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും. ബട്ട് ബാക്കിയുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ലെഗിൻ്റെ പരിപാടിയും കഴിഞ്ഞ് 2 പ്രാവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നിട്ട് മാത്രം ചെറിയ രീതിയിലുള്ള കളർ വേരിയേഷനുള്ളൂ. ബട്ട് ഇതിൻ്റെ മൊത്തം ഞാൻ ആഷിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ട്. മറ്റേത് നമുക്ക് ആഷ് കുറച്ച് ഭാഗമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഏതാണ് ബെറ്റർ ആയതെന്ന്.